പെരിയ കേസിൽ ശിക്ഷാവിധി 12-15 പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ലെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിഭാഗം വാദിച്ചു. 13 പേർ കൊല്ലപ്പെട്ട ഡൽഹി സ്ഫോടന കേസിൽ പോലും ഹൈക്കോടതി ജീവപര്യന്തം തടവാണ് നൽകിയതെന്നും പ്രതിഭാഗം അഭിഭാഷകർ വ്യക്തമാക്കുന്നുണ്ട്. ടോം കുര്യാക്കോസും നവമി ദിനേശും അപർണ കുറുപ്പും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഒപ്പം കെ വി ബൈജുവിനെയും ഡാനി പോളിനെയും പ്രതീക്ഷിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഇരട്ടക്കൊല കേസിന്റെ ശിക്ഷാവിധി 12-15 ഉണ്ടാവുക. പ്രതിഭാഗത്തിന്റെ വാദമുഖങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്ന ആവശ്യമാണ് പ്രതിഭാഗ അഭിഭാഷകർ മുന്നോട്ട് വെക്കുന്നത്. അതിനൊരുപാട് ന്യായങ്ങൾ അവർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാകുമ്പോൾ മിനിമം ശിക്ഷയിൽ ഒതുക്കണം എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതിൽ സാക്ഷികളുടെ മൊഴികൾ സംശയാതീതമല്ല, ചില സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. പല സാക്ഷികളുടെ മൊഴികളിലും പിന്നീട് വൈരുദ്ധ്യം കണ്ടെത്തിയെന്ന അടക്കമുള്ള ശിക്ഷാ ഇളവ് നൽകാൻ കോടതി എന്തെങ്കിലും തരത്തിലുള്ള കഴിവ് കാണിക്കുമെന്ന വിധത്തിലുള്ള എല്ലാ വാദമുഖങ്ങളും മുമ്പിലുണ്ട്. പക്ഷേ കോടതി കണ്ടെത്തിയ വളരെ കൃത്യമായ ചില ഫാക്ട്സും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത് ശിക്ഷാ വിധി വരുമ്പോൾ? രഞ്ജിത്ത്, ഈ പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ വാദിച്ചത് ശിക്ഷയിൽ ഇളവ് വേണം, അതോടൊപ്പം പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല, അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നും പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന് വാദിക്കുവാൻ സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതിയുടെയും പഴയ ഉത്തരവുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഭാഗം കോടതിയിൽ ഇതിലൊരു അപൂർവത്തിൽ അപൂർവമായ കേസല്ല എന്ന് വാദിക്കാൻ വേണ്ടി എത്തിയത്. അതോടൊപ്പം തന്നെ ശിക്ഷയിൽ ഇളവ് വേണം, പ്രതികൾക്ക് മനപരിവർത്തനത്തിന് അവസരം നൽകണമെന്ന് കൂടി പ്രതിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാക്ഷികളുടെ മൊഴികൾ അത് സംശയാതീതമല്ല, ചില സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. പല സാക്ഷിമൊഴികളിലും പിന്നീട് വൈരുദ്ധ്യം കണ്ടെത്തി ഇവർ കൊല്ലപ്പെട്ട ഡൽഹി സ്ഫോടന കേസിൽ പോലും ഹൈക്കോടതി ജീവപര്യന്തം തടവാണ് നൽകിയതെന്ന് കൂടി പ്രതിഭാഗം കോടതിയിൽ വാദിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം മുൻ ഉദുമ MLA കെ വി കുഞ്ഞിരാമന്റെ പ്രായമായുള്ള അമ്മയുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ അതും കൂടി പരിഗണിച്ച് ശിക്ഷയിൽ ഒരു ഇളവ് നൽകണമെന്ന് കൂടി പ്രതിഭാഗം വാദിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ പ്രതിഭാഗത്തിന്റെ ഈ ശിക്ഷയിൽ മേലുള്ള വാദം പൂർത്തിയായിട്ടുണ്ട്. ഇനി 12-15 കൃത്യമായും വിധി വരിക. മിനിമം ശിക്ഷയിൽ ഒതുക്കണമെന്ന് കൂടി പ്രതിഭാഗം വാദിക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ഈ ശിക്ഷ ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ പോലും ഈ പ്രതികളുടെ ഒരു കുടുംബ പശ്ചാത്തലം, പ്രായമായ അമ്മ, കുടുംബത്തിന് മറ്റാരുമില്ല, തുണ ഇവർ മാത്രമേ ഉള്ളൂ, അങ്ങനെ പല ന്യായീകരണങ്ങളും ഒക്കെ അന്നും പ്രതികൾ കോടതിയിൽ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം വീണ്ടും ഇന്ന് ആവർത്തിക്കുന്ന സാഹചര്യം. മുൻ ഉദുമ MLA അമ്മ മാത്രമാണ്, അമ്മ പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിന്മേൽ ഒരു ഇളവ് വേണമെന്ന് കൂടി പ്രതിഭാഗം ഇന്ന് കോടതിയിൽ വാദിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും മിനിറ്റുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ 12-15 കൂടി ശിക്ഷ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇതിലെ പ്രതികളായിട്ടുള്ളവരെല്ലാം തന്നെ CPMന്റെ പ്രധാനപ്പെട്ട വ്യക്തികളും CPM പ്രവർത്തകരും അനുഭാവികളുമാണ്. അതുകൊണ്ട് സർക്കാരിനെയും CPMനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് ഇന്ന് 12-15 കോടതിയിൽ നിന്നും വരുന്നത്, CBI കോടതിയിൽ നിന്നും വരുന്നത്. പ്രതികളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാകുകയും ചെയ്തു. 11 മണിയോടുകൂടി തന്നെ ഈ ശിക്ഷയിൽ മേലുള്ള വാദം ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമായും പ്രതിഭാഗം ആവശ്യപ്പെട്ടത് ഇതിലൊരു ഇളവ് വേണം, ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായി പരിഗണിക്കാൻ കഴിയില്ല, ചില മൊഴികളിൽ ഇപ്പോഴും ചില വൈരുദ്ധ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ച് പിന്നെ ഈ പ്രതികളുടെ ഒരു കുടുംബ പശ്ചാത്തലം ഇതെല്ലാം കൂടി പരിഗണിച്ച് ശിക്ഷയിൽ വേണ്ട വിധത്തിലുള്ള ഇളവ് നൽകണം എന്നുകൂടിയാണ് പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ വാദിച്ചത്. എന്തായാലും എന്താണ് ഇതിലൊരു വിധി എന്നുള്ളതിൽ ഉറ്റുനോക്കുകയാണ്. 12-15 കൂടി തന്നെ ഈ കോടതിയിൽ നിന്നും വിധി എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. രഞ്ജിത്ത്, ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാദങ്ങൾ കോടതിക്ക് മുന്നിൽ പ്രതിഭാഗ അഭിഭാഷകർ വീണ്ടും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനം ഈ ഡൽഹി ഡൽഹി കൂട്ടക്കൊലപാതകവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, അതിൽ പോലും പരമാവധി ശിക്ഷ നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികളെ അടക്കം കോടതിയിൽ എത്തിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നേരത്തെ തന്നെ പ്രതികളെ കോടതിയിൽ എത്തിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 12-15 കൂടി ഈ കേസിൽ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതാണ്.